എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. എന്നും നമ്മൾ പറയാറുള്ളത് പോലെ ഇന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭൃംഗരാജ തൈലം എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഭൃംഗരാജ തൈലം ഇതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നമ്മളിത് തലയിൽ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും, മുടിക്ക് നല്ല കറുപ്പ് കിട്ടും, അതുപോലെ തന്നെ കണ്ണിന് ഉള്ള മറ്റു രോഗങ്ങളെയെല്ലാം മാറ്റി ശരീരത്തിൽ നല്ല കാഴ്ച ഉണ്ടാക്കി തരും. പല്ലിൻ്റേതായ മുണവഴുപ്പോ അങ്ങനെയുള്ള പല്ലുവേദനയോ ചെവി വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെ മാറ്റി നല്ലപോലെ നമ്മുടെ ശരീരത്തിന് നല്ല കുളിർമ തരുന്ന ഒരു നല്ല തൈലമാണ് ഈ ഭൃംഗരാജ തൈലം. ഈ ഭൃംഗരാജ തൈലം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കണം താല്പര്യമുണ്ടെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടുകൾ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് നമുക്ക് ചെയ്യേണ്ടത് നല്ല എള്ളാട്ടിയ എണ്ണയിൽ വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ എള്ളാട്ടിയ എണ്ണയിൽ ഈ പറഞ്ഞിട്ടുള്ള ഇനി പറഞ്ഞു തരുന്ന മരുന്നുകൾക്കെല്ലാം ആവശ്യമുള്ളൊരു പറഞ്ഞാൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആ തൈലം ഉണ്ടാക്കി നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കും. ഇനി നിങ്ങൾക്കാർക്കും ഉണ്ടാക്കാൻ ഒക്കുന്നില്ല എങ്കിൽ നമ്മളുമായി അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള നമ്മുടെ VP ആയുർവേദ വൈദ്യശാലയുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് തീർത്തും പാരമ്പര്യ രീതിയിൽ എന്നാൽ ശാസ്ത്രത്തിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ഋതുഭേദം കണക്കിലെടുത്ത് തയ്യാറാക്കുന്ന ഈ ഭൃംഗരാജ തൈലം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി കഴിക്കുവാൻ ശ്രമിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ഈ വരാൻ പോകുന്നത് കർക്കിടക മാസം. ആ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട തിരുമ, പിരിച്ചിൽ, ഒഴിച്ചിൽ, കിഴികൾ, ധാരകൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും. ഇനി ഇതൊന്നും നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശകലം നല്ല കുഴമ്പുകൾ വാങ്ങിയിട്ട്, അതായത് ശരീരത്തിൻ്റെ വാദസംഹാരികളായിട്ടുള്ള കുഴമ്പുകൾ വാങ്ങി നമ്മുടെ ശരീരത്തിൽ അഭ്യംഗം എല്ലാ അംഗത്തിലും തൈലം തേച്ച് വ്യായാമം ചെയ്ത് കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങൾക്കും നല്ല ശമനം കിട്ടുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ഉള്ള ഔഷധക്കഞ്ഞി അതും ഇവിടുന്ന് ലഭ്യമായിരിക്കും. അങ്ങനെ നിങ്ങളെല്ലാവരും നമ്മുടെ ആയുർവേദം, അതായത് നമ്മുടെ പരിസരത്തിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് നല്ലതായിട്ടുള്ള എല്ലാ ഔഷധ സസ്യങ്ങളും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടത് ദശപുഷ്പം എന്നാണ്. ആ ദശപുഷ്പത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആയതിനാൽ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് ഇത് ഓരോന്നും ചെയ്യുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി.